Morning. Good morning, ma'am. Okay. Okay, Katicha, just meaning okay. Good morning. Okay, Anju, Sabin, Lakshmi, Jisya, okay. Shilpa, Jisna, Sony, okay, Afsar. Mavi, okay, Binchu. Okay, Latin, good morning. Okay, Shabana, Asha, okay. Aishwarya. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ചായയൊക്കെ കുടിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടില്ലേ ക്ലാസ്സിൽ ഇരിക്കുന്നേ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നലെ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ എല്ലാവരും? വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ അത്രയും ഭാഗങ്ങള്? അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്, പിന്നെ അതിന്റെ കൺസെപ്റ്റ്, പിന്നെ നമ്മൾ 4 മോഡലുകൾ പരിചയപ്പെട്ടു അല്ലെ? ഇതൊക്കെയായിരുന്നു ഫോമറൻ മോഡൽ, ഹാർവാർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ, അതുപോലെ തന്നെ ബാർവിക് മോഡൽ അല്ലെ? 4 മോഡൽസുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഓരോ മോഡലുകളുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. അതായത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് HRM. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളൊരു 3 പോയിന്റ് പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ച് കണ്ടന്റുകളൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കണ്ടന്റുകളാണ് കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതാണ്, കൺസെപ്റ്റുകളൊക്കെ. അപ്പൊ നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കേട്ടോ. HRMന്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. നമുക്ക് അതിനകത്ത് ഒരു പോയിന്റ് പഠിക്കാനുണ്ട്, 14 പോയിന്റുകൾ പഠിക്കാനുണ്ട്. എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിലൂടെ ചോദിക്കുക, ഒരു HRMന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്രേ വേണ്ടൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് HRM റിക്രൂട്ട്സ് ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ? അതിന്റെ സവിശേഷതയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ് ഓർ ഹയേഴ്സ് people to fill up the vacant positions of the organization. ഒരു ഓർഗനൈസേഷനില് ഒഴിവുണ്ടാകുന്ന അല്ലെ, ഈ പറയുന്ന ജോബ് വേക്കൻസിയിലോട്ട് ആളുകളെ ഹയർ ചെയ്യാം അല്ലെ, റിക്രൂട്ട് ചെയ്യുന്നത് അവിടുത്തെ HRM ആണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഒരു സവിശേഷത എന്താണ്? റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ? ആളുകളെ അവര് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്? ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് അല്ലെ? HRM takes various tests and interviews to select people അല്ലെ? ഈ വരുന്ന ആളുകളെ ആളുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ടെസ്റ്റുകൾ നടത്തി, ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടാണ് അവർ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ടെസ്റ്റുകളും ഇന്റർവ്യൂ ഒക്കെ അവര് നടത്തുന്നുണ്ട്. സോ അതിന്റെ HRMന്റെ മറ്റൊരു സവിശേഷതയാണ്, അതിന്റെ ഒരു ഭാഗമാണ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ, ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെയാണ്. അപ്പോ HRM ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ് ഇൻ ഹെൽപ്പിംഗ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, കവരി കറക്റ്റ് ആണ്. BOD ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള് നേടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെതായ കുറെ സ്ട്രാറ്റജികൾ ഫോർമുലേറ്റ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും HRMന്റെ സവിശേഷതയാണ് അല്ലെ? ഇത് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ള പോയിന്റ്സ് നോക്കാം. നാലാമത്തെ പോയിന്റ് ഇതാണ്, അറേഞ്ചസ്
ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് എംപ്ലോയീസിന് അവരുടെ സ്കില്ലും അവരുടെ എബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, HRM gives or arranges training programs to improve the skills of the employees അല്ലെ. എംപ്ലോയീസിന്റെ സ്കിൽസുകളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് HRM എന്ത് ചെയ്യുന്നു, ട്രെയിനിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. അവർക്ക് എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ, മൂന്നാമത്തെ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ പഠിക്കാനുണ്ട് ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് അല്ലെ. ഓക്കെ, ഈ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അത് മാത്രമാണോ? അല്ല, അത് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് അല്ലെ. അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിലയിരുത്തണം അല്ലെ, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്തൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. HRM evaluates the performance of the employees, and on this evaluation, employees get promoted. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസുകള് HRM എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ആ ഒരു ഇവാലുവേഷനിലൂടെ എംപ്ലോയീസ് പ്രൊമോട്ട് ചെയ്യപ്പെടും. നല്ല നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പൊസിഷനിലോട്ട് അവരെ പ്രൊമോഷൻ ചെയ്യാൻ അല്ലെ, പ്രൊമോട്ട് ചെയ്ത് വിടാറുണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്തൊരു സവിശേഷത എന്താണ്, എക്സിറ്റ് ഇന്റർവ്യൂ. എക്സിറ്റ് ഇന്റർവ്യൂ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സിറ്റ് ആണെന്ന് വെച്ചാൽ പുറത്തു പോവാന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഇറ്റ് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ഡിപ്പാർട്ടിംഗ് എംപ്ലോയി. ദാറ്റ് മീൻസ് എംപ്ലോയി ഹു ക്വിറ്റ് ദ ജോബ്. അതായത് ആ ജോലി വിട്ടു പോകുന്ന എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം എംപ്ലോയീസ് ആ ജോലി മതിയാക്കി പോകുന്നത് അല്ലെ. ഇപ്പൊ എന്തുകൊണ്ടാണ്, എന്ത് റീസൺ കാരണം കൊണ്ടാണ് ആ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണ്? ഇനി ആ ഒരു കാരണങ്ങളിൽ പലതും ചിലപ്പോൾ ഓർഗനൈസേഷന് എന്തെങ്കിലും പോരായ്മകൾ കൊണ്ടാണോ ഈ പറയുന്ന എംപ്ലോയീസ് അങ്ങനെ വിട്ടുപോകുന്നത്? അങ്ങനെ വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റും എടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് എപ്പോഴും ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്തു പോകുന്ന അല്ലെ, ഡിപ്പാർട്ട് ചെയ്തു പോകുന്ന എംപ്ലോയീസിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന മാനേജ്മെന്റ് അവരിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാറുണ്ട്. അവരിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചുള്ള നടപടികൾ നമുക്ക് എടുക്കാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുന്നത് കേട്ടോ. അപ്പൊ എക്സിറ്റ് ഇന്റർവ്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോ HRM takes exit interviews when an employee quits his job. എപ്പോഴാണ് എക്സിറ്റ് ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നത്? ഒരു എംപ്ലോയി അവരുടെ ജോബ് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത്, വിട്ടുപോകുന്ന സമയത്താണ് എന്ത് തരത്തിൽ HRM ഒരു എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അവരിൽ നിന്ന് ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യും. എന്തുകൊണ്ട്, എന്ത് റീസൺ കൊണ്ടാണ് അവർ ആ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ അവര് കൃത്യമായിട്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്തു, അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. അതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കളക്ട് വാരിയസ് സജഷൻസ് അല്ലെ. അതായത് വിവിധ തരത്തിലുള്ള സജഷൻസുകൾ കളക്ട് ചെയ്യുന്നു. ആരിൽ നിന്ന് കളക്ട് ചെയ്യുന്നു? എംപ്ലോയീസിൽ നിന്നും കളക്ട് ചെയ്യുന്നു അല്ലെ. ഓക്കെ, HRM tries to collect various suggestions from the employees കേട്ടോ. HRM എന്ത് ചെയ്യുന്നു? എംപ്ലോയീസിൽ നിന്ന് വിവിധ നിർദ്ദേശങ്ങൾ അതിൽ കളക്ട് ചെയ്യും. അവിടെ എന്താണ്, മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. HRMന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യത്തിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത്, എംപ്ലോയീസും മാനേജ്മെന്റിനിടയിൽ നല്ലൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അല്ലെ. അവിടെ എംപ്ലോയീസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, മാനേജ്മെന്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അവിടേക്ക് കൂടുതലും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് HRM എന്ത് ചെയ്യുന്നു? ട്രൈസ് ടു കളക്ട് വാരിയസ് സജഷൻ ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നുണ്ട്? സജഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് ഈ മാനേജ്മെന്റ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. അല്ലാണ്ട് ഒരു ഓട്ടോണോമസ് എന്നുള്ള ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലായിട്ടല്ല അവിടെ മാനേജ്മെന്റ് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്. പകരം എംപ്ലോയീസിന്റെ സജഷൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഹെൽപ്സ് ദ ഓർഗനൈസേഷൻസ് ടോപ്പ് മാനേജ്മെന്റ് ടു ഇംപ്ലിമെന്റ് വാരിയസ് ടെക്നിക്സ്. അതുപോലെ വിവിധ HRM ടെക്നിക്കുകള്
അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റിനെ, ദാറ്റ് മീൻസ് ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ്, ദാറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ പോലെയുള്ള ടോപ്പ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നോക്കുക, HRM helps the organizational top management in implementing various techniques to help the organization to go ahead. ഒരു ഓർഗനൈസേഷന് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ HR ടെക്നിക്കുകളും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റിനെ HRM എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ HRM ആണ് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്? അറേഞ്ച് വാരിയസ് വർക്ക്ഷോപ്സ്, അല്ലെ, അറേഞ്ച് വാരിയസ് വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? HRM can arrange various workshops to increase the knowledge of the employees. ഒന്ന് അണ്ടർലൈൻ ചെയ്യാണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ നോളജ് ഓഫ് എംപ്ലോയീസ്, അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ അറിവുകള് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ജോലിയിൽ കയറുമ്പോൾ അവരുടെ നോളജ് ഇപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെ, കാലങ്ങൾ മാറുമല്ലോ, മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ നോളജ് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ. അതിനു വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. ആര് അറേഞ്ച് ചെയ്യുന്നു? HRM അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? അറേഞ്ചസ് മീറ്റിംഗ്സ്, മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നു. എന്തിനാണ്? HRM arranges various meetings and seminars to discuss the problems that the employees face in the organization. അതായത് ആ ഒരു സ്ഥാപനത്തില് എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസുകൾ, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് മീറ്റിങ്ങുകൾ, സെമിനാറുകൾ അറേഞ്ച് ചെയ്യുന്നതും HRMന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ടേക്ക് various precautions. Take various precautions. That means HRM takes various precautions to prevent negligent hiring. ഒരു അശ്രദ്ധമായിട്ടുള്ള ഒരു നിയമനം അത് തടയുന്നതിന് വേണ്ടിയിട്ട് അവര് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നു. നമ്മള് എപ്പോഴും ഒരു ജോബ് റോളിലേക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരാളെ വേണം തെരഞ്ഞെടുക്കാനായിട്ട്, അല്ലെ. അപ്പോ ചിലപ്പോൾ തെറ്റായ രീതിയിലുള്ള ഒരു നിയമനം നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള അശ്രദ്ധമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു നെഗ്ലിജന്റ് ഹയറിംഗ് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതും അവരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ടേക്ക് വാരിയസ് പ്രിക്കോഷൻസ്. പിന്നെ എന്താണ്? ഗീവ്സ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയി. ഗീവ്സ് ജോബ് സ്പെസിഫിക്കേഷൻ ഓഫ് എംപ്ലോയി, അല്ലെ, എംപ്ലോയിക്ക്, ഓരോ എംപ്ലോയിക്കും അവർക്ക് വേണ്ട ജോബ് സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിനും അവരുടേതായ ജോബ് റോളുകൾ, ഓരോരോ ജോബ് ടൈറ്റിൽ ഓരോരോ ജോബ് റോളുകളായിരിക്കും, എല്ലാം ഒരേ റോളുകളായിരിക്കില്ല. ഓരോ എംപ്ലോയീസിനും അവരുടെ ടാലന്റ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ സ്കില്ലും അതുപോലെ അവരുടെ എക്സ്പീരിയൻസിന് അനുസരിച്ചിട്ടുണ്ട് ഓരോ എംപ്ലോയീസിനും അവരുടേതായ ഒരു ജോബ് റോളുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ജോബ് സ്പെസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് റോള് നൽകൽ മാത്രമല്ല കേട്ടോ, ആ ജോലിയുടേതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, അല്ലെ. ഒരു മാനേജറുടെ റോൾ ആണെങ്കിൽ അവിടെ എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇനി ഒരു സൂപ്പർവൈസറിന്റെ ഒരു റോൾ ആണെങ്കിൽ ആ ഒരു റോളിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അറിയിട്ടുണ്ട്. ഒരു ക്ലർക്കിന്റെ പോസ്റ്റ് ആണെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു ജോബ് റോളിനുണ്ട്. അങ്ങനെ ഓരോ എംപ്ലോയീസിനും അവരുടേതായ ജോബ് സ്പെസിഫിക്കേഷൻ, ഓരോ ജോലികളും അതിൻ്റെതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവര് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. HRM gives the job specification of every employee and the requirements that an employee needs to do. അപ്പൊ ഓരോ ജോലികൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക മാത്രമല്ല, ആ ഒരു ജോലി ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. അവർക്കൊരു ജോബ് റോള് കൊടുത്തു, ആ ജോബ് റോള് ശരിയായ രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ എന്തൊക്കെ റിക്വയർമെന്റ്സുകൾ അവർക്കുണ്ട്, എന്തൊക്കെ റിക്വയർമെന്റ്സുകൾ വേണം അവർക്ക്, ഇതും കൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. Gives the job specification of employee. HRM gives the job specification of every employee and the requirements that an employee needs to do it. ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സുകളും അതിനോടൊപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിക്വയർമെന്റ്സ് ആ ജോലി ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ലേണിംഗ് പ്രോഗ്രാംസുകൾ ചിലപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള എല്ലാ റിക്വയർമെന്റ്സും കൂടെ അതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, 13ാമത്തെ പോയിന്റ് ഡെസ്ക് ജോബ് എൻറിച്ച്മെന്റ് അല്ലെ. ഡെസ്ക് ജോബ് എൻറിച്ച്മെന്റ് ജോലി സമ്പുഷ്ടമാക്കുന്നു അല്ലെ. വ്യക്തിക്ക് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ജോബ് എൻറിച്ച് ചെയ്യാന്ന് വെച്ചാൽ ജോലി സമ്പുഷ്ടമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. HRM ഡെസ്ക് വാല്യൂസ് ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജോബ് റോൾ കൊടുത്തു കഴിഞ്ഞാൽ അതില് ആഡിങ് മോർ റെസ്പോൺസിബിലിറ്റീസ് ടു ദാറ്റ് ജോബ്. ആ ജോലിയിലേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ചാലഞ്ചസുകൾ അവർക്ക് കൊടുക്കാം. അവർക്ക് ഒരു ഓട്ടോണോമി പ്രൊവൈഡ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കാനല്ല, അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പിന്നീട് എന്താണ്, അവർക്ക് അവരുടെ സ്കില്ല് എബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അല്ലെ. ഒരു ജോലി കൊടുക്കുമ്പോ ആ ജോലിയിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ ഉള്ളിലുള്ള സ്കില്ലുകളും കാലിബറൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടാവും അല്ലെ. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാട്ടല്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള അർത്ഥത്തിലല്ല. ജോബ് എൻറിച്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് സമ്പുഷ്ടമാക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആഡിങ് മോർ റെസ്പോൺസിബിലിറ്റീസ് ടു ദാറ്റ് ജോബ്. ആ ജോലിയിലേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കാം, കൂടുതൽ ചാലഞ്ചസുകൾ കൊടുക്കാം. അതോടൊപ്പം അവർക്കൊരു ഓട്ടോണമി കൊടുക്കാം അല്ലെ. എക്സിസ്റ്റിംഗ് ജോബില് അവർക്കൊരു സ്വയം അധികാരം എന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് തന്നെ അവരുടെ വർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഓട്ടോണോമി, ആ ഒരു സ്വയംഭരണാധികാരം എന്നൊക്കെ പറയുന്നത് അവർക്ക് തന്നെ ആ ഒരു സ്വന്തം ജോലികൾ വർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലിബർട്ടി അല്ലെ, ഒരു സ്വാതന്ത്ര്യം. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് അവരുടേതായ സ്കില്ലും അവർക്ക് നല്ല രീതിയിൽ അത് അവരുടെ സ്കില്ലും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു ഓട്ടോണോമി അവർക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ആ രീതിയിൽ നമ്മൾ ജോബ് എൻറിച്ച്മെന്റ് നടത്താം. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ് ജോബ് റൊട്ടേഷൻ. ഓക്കെ, ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജോബ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫർ ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് എംപ്ലോയീസിന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവ് അല്ലാട്ടോ, അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ട്രെയിനിങ്ങിൽ പഠിക്കുന്നുണ്ട് ജോബ് റൊട്ടേഷൻ. ദാറ്റ് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് നമ്മൾ ആ ജോലി ചെയ്യാന്ന് വിചാരിക്കാം, തീർച്ചയായിട്ടും നമ്മൾ അതിന് മാസ്റ്റർ ആയിട്ട് മാറും അല്ലെ. കാര്യം നമ്മൾ പറയാം എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ടീച്ചർ. നമ്മുടെ നോളജ് മാത്രമല്ല, നമ്മളൊരു ജോലിയിൽ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആവുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ജോലിയിൽ എന്താവും മാസ്റ്റർ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് സ്കില്ലും നോളജും എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുന്നു. അപ്പൊ അത് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ, മറ്റൊരു ജോലി മീൻസ് വേറൊരു ജോബ് റോളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ അപ്പൊ അതിൽ നിന്നും നമുക്ക് കുറെ അറിവുകൾ കിട്ടും. അവിടെ നിന്ന് കിട്ടി കഴിഞ്ഞാൽ അടുത്തൊരു ജോലിയിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഓരോ ജോലിയുടെയും വാല്യൂ ഒക്കെ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിൽ മാസ്റ്റർ ആവുന്നു. മറ്റുള്ള ജോലികളുടെ വാല്യൂ എന്താണെന്നോ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ റെസ്പെക്ട് ചെയ്യാനോ ഒരു പക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. കാര്യം എന്താ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്ന ജോലിയിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്, നമുക്കതില് നല്ല അറിവുണ്ട്. മറ്റുള്ള ജോബുകളുടെ വില അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളുടെ വാല്യൂസ് അവരെ റെസ്പെക്ട് ചെയ്യാനൊക്കെ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ജോബ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ജോലികളുടെയും പ്രാധാന്യം, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നല്ല വാല്യൂ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ടെന്നും റെസ്പെക്റ്റഡ് ആണ് എന്നുള്ളതും നമുക്ക് അങ്ങനെ ഒരു വാല്യൂസ് നമുക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ട്രെയിനിങ് പഠിക്കുന്നുണ്ട്. പിന്നെ ജോബ് എൻലാർജ്മെന്റ്, അതായത് എൻറിച്ച്മെന്റ് പോലെ തന്നെയാണ് ജോബ് എൻലാർജ്മെന്റ്. ജോലി വിപുലീകരിക്കുക എന്ന് പറയുമ്പോൾ ജോലിയിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, ചാലഞ്ചസുകൾ കൊടുക്കുക, അങ്ങനെ ആ ജോബ് എൻലാർജ് ചെയ്യുക അല്ലെ. അതോടൊപ്പം എന്താണ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്കില്ല് വർദ്ധിക്കും, അവര് ഇംപ്രൂവ് ആവും, അവരുടെ പെർഫോമൻസ് വർദ്ധിക്കും. എത്രത്തോളം അവരുടെ പെർഫോമൻസ് വർദ്ധിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷന് അത് ലാഭകരമാണ്. ശരിയല്ലേ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്, ഡെവലപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. ലേബർ മീൻസ് ലേബേഴ്സ്, എംപ്ലോയീസ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത് HRM gives support to develop and maintain the cordial relationship between
ലേബർ ആൻഡ് മാനേജ്മെന്റ്, കോർഡിയാൽ റിലേഷൻ, ദാറ്റ് മീൻസ് ഫ്രണ്ട്ലി റിലേഷൻ ആണ് അല്ലെ. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ ഈ പറയുന്ന എംപ്ലോയീസിനും മാനേജ്മെന്റിനും ഇടയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലായ്പ്പോഴും ഇത് നിലനിർത്തുക അല്ലെ. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും ആര് കൊടുക്കുന്നുണ്ട്? HR കൊടുക്കുന്നുണ്ട്. These are the important characteristics of HR. കിട്ടിയോ? പോയിന്റ്സുകളൊക്കെ മനസ്സിലായില്ലേ? HR recruits the best and interviews the communicate with top management. നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. Arranges training, evaluates performance, exit interview, collect various suggestions, help organization top management to implement various techniques and arrange various workshops, arranges meetings, take various precautions, gives job specification of employee, does job enrichment, and last develop the relationship between the labor and management. ഈ കാണലൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലായോ? ലിസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. ലിസ്റ്റ് വായിച്ചു. ഓക്കെ ആണല്ലേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? അപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഫങ്ഷൻസ് വന്നപ്പോൾ നമ്മള് ഒരു 2 പേജ് കഴിഞ്ഞാൽ ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഡയഗ്രാം ഉണ്ടല്ലോ, HR ഫങ്ഷൻസ്, അത് ഇവിടെയാണ് വരുന്നത് കേട്ടോ. ആ ഡയഗ്രാം ആണ് ഇവിടെ വരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ പോയിന്റുകൾ എഴുതിയിരിക്കുന്നത്. സെയിം പോയിന്റുകൾ തന്നെയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. HR ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഡയഗ്രാം ഇവിടെയല്ല ശരിക്കും വരേണ്ടത് അവിടെയാണ് കേട്ടോ. അതേ ഫങ്ഷൻസ് തന്നെയാണ് അവിടെ പറയുന്നത്. ഏതൊക്കെയാണ് HR ഫങ്ഷൻസ് നോക്കിയേ? പ്ലാനിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മാനേജിംഗ് ചേഞ്ച്, ensuring health and safety, maintaining relationship, evaluate. These are the HR functions. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഒരു ഡയഗ്രാം ഇവിടെയാണ് വരേണ്ടിയിരുന്നത്. എന്നിട്ടാണ് ഈ താഴെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നോക്കാം. We have already defined HRM. The definition of HRM is based on what managers do. The functions performed by managers are common to all organizations. For the convenience of study, the function performed by the resource management can broadly be classified into 2 categories. രണ്ട് കാറ്റഗറീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടോ? 2 കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ടോ? പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ആ 2 കാറ്റഗറി. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ടെക്സ്റ്റില്? താഴൊന്ന് പറയാമോ? കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്റെ സ്ക്രീനിനകത്ത് അത് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ടെക്സ്റ്റില് കറക്റ്റ് ആണല്ലോ, പ്രശ്നമില്ല. അപ്പൊ നോക്കുക, എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ HRMന്റെ ഫങ്ഷൻസ് പഠിക്കുകയാണ് കേട്ടോ. HRM ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത കാര്യമാണ് അല്ലെ, ഡിഫൈൻ ചെയ്തതാണ്. നമ്മൾ ആ ഒരു ഡെഫിനേഷൻ ശരിക്കും മുന്നോട്ട് വെക്കുന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, HR മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷനിലെ HR മാനേജേഴ്സിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജികള് അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ HRM ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഓക്കെ, കാവ്യ കറക്റ്റ് ആണ്. മാൻ പവർ പ്ലാനിംഗ്. ഓക്കെ, അപ്പൊ നോക്കുക, ദ ഫങ്ഷൻസ്. പക്ഷെ ഒരു മാനേജേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്, HR മാനേജർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനിലും ഒരു മാനേജേഴ്സ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് കോമൺ ആണ്, വ്യത്യാസമൊന്നുമില്ല. അതിപ്പോ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും HR മാനേജേഴ്സിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലായിടത്തും ഒരുപോലെ കോമൺ ആണ് കേട്ടോ. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല. അപ്പോ
നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഒരു ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. അതിവിടെ വരുന്നുണ്ട് കേട്ടോ, പഠിക്കാനുണ്ട്. ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റ്, സെക്കൻഡ് വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനിയിപ്പോ HRM ഫങ്ഷൻസ് നോക്കാം. ആ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫങ്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് ആണ്. ഓക്കെ, പ്ലാനിങ് എല്ലാത്തിനും പ്ലാനിങ് ഉണ്ടായിരിക്കും അല്ലെ. പ്ലാനിങ് എന്താണ്? Preparing forecast of future HR needs in the light of an organization's environment, mission and objectives, strategies and internal strategies, internal strength and weakness, including its structure, culture, technology and leadership. പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസൂത്രണമാണ്. നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. ഭാവിയിലേക്കുള്ളൊരു തയ്യാറെടുപ്പാണ് അല്ലെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ. അങ്ങനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്ട്രക്ചർ, പിന്നെ അതിന്റെ ഒരു കൾച്ചർ, അവിടെ ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ, പിന്നെ അവിടുത്തെ ടെക്നോളജികൾ, ആ ഒരു സ്ഥാപനത്തിന്റെ ലീഡർഷിപ്പ്, ഇതെല്ലാം ഉൾപ്പെടെ ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്, ചുറ്റുപാടുകള്, അവരുടെ ലക്ഷ്യങ്ങള്, പിന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ സ്ട്രാറ്റജീസുകള്, ഓക്കെ, ഇതിന്റെ എല്ലാം വെളിച്ചത്തില് നമ്മള് എന്താണ് ഭാവിയിലുള്ള HR ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു അല്ലെ. ഭാവിയിലുള്ള HR ആവശ്യകതകളെ പറ്റിയൊരു പ്രഡിക്ഷൻ നമ്മൾ തയ്യാറാക്കുക. ഇതാണ് എന്ത് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പ്ലാനിങ് എന്താന്നുള്ളത് ആസൂത്രണം ചെയ്യലാണ്. കാര്യം എന്നും എല്ലാ കാലത്തും ആ ഓർഗനൈസേഷൻ ഒരുപോലെ ആയിരിക്കും നിർബന്ധമില്ല അല്ലെ. ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചും അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരാം അല്ലെ. സ്ട്രക്ചർ എന്ന് വെച്ചാൽ കെട്ടിടത്തിന്റെ ഷേപ്പിൽ മാറ്റം വരുന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആ സ്ഥാപനം കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരാം, കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ വരാം അല്ലെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ പരസ്പരം മെർജ് ചെയ്യാം. അങ്ങനെയൊക്കെ സ്ട്രക്ചർ ചേഞ്ചസ് വരാം അല്ലെ. സ്ട്രക്ചറിൽ മാറ്റം വരാം, കൾച്ചറിൽ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ ടെക്നോളജി എന്തായാലും ഉറപ്പായിട്ടും മാറും. ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരും. പണ്ട് മാനുവലി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെന്റ് ആണ് അല്ലെ. അപ്പോ അതിന്റെ എല്ലാം തന്നെ അതെല്ലാം ഉൾപ്പെടെ ആ ഒരു സ്ഥാപനത്തിന്റെ വർക്കിംഗ് എൻവയോൺമെന്റും, ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളും, അവിടെ പിന്തുടരുന്ന ആ ഒരു സ്ട്രാറ്റജികളും, ആ ഒരു സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്നിവയുടെയൊക്കെ വെളിച്ചത്തില് ഭാവിയിൽ ആ ഒരു സ്ഥാപനത്തിന്റെ HR നീഡ്സുകൾ എന്തൊക്കെയായിരിക്കും, അത് അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ അത് തയ്യാറാക്കാനാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ടത്. ഭാവിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ വന്നേക്കാം, HR നീഡ്സുകൾ വന്നേക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലാനിങ്, ദാറ്റ് മീൻസ് ആ ഒരു പ്രഡിക്ഷൻസ് തയ്യാറാക്കുക. ഇതാണ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി വെച്ചിരിക്കുന്നു. രണ്ടാമത്തത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് അറിയാലോ എന്താണ്? ഒബ്റ്റൈനിങ് പീപ്പിൾ വിത്ത് appropriate skill, ability, knowledge and experience to fill the jobs in the work organization. അല്ലെ, ആ ഒരു ഓർഗനൈസേഷനിലെ വിവിധ ജോബുകള് ഫിൽ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്കില്ലും എബിലിറ്റിയും നോളജും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളെ കണ്ടെത്തുക. അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതിനനുസരിച്ച് ഒരു ജോബ് റോള് വരുമ്പോൾ, ജോബ് വാക്കൻസി വരുമ്പോൾ അതിലേക്ക് ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, എബിലിറ്റി ഉള്ള, അതിൽ അറിവും ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തികളെ കണ്ടെത്തുക അല്ലെ. അവരെ നമ്മള് എന്താണ് കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? കീ പ്രാക്ടീസസ് ആർ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ അല്ലെ. എങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ എടുക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ കണ്ടെത്താൻ പറ്റും? പ്ലാനിങ്ങിലൂടെ അല്ലെ. കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്താം. ജോബ് അനാലിസിസ് അല്ലെ, അതുപോലെ ആ ജോബ് എന്താണ് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആ ജോലിയുടെ ആവശ്യം, ആ ജോലി എങ്ങനെയുള്ളതാണ്, അതിന്റെ വാല്യൂ എന്താണ്, ആ ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കില്ല് എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് ആ ജോബ് അനലൈസ് ചെയ്യാം. അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടത്താം. റിക്രൂട്ട്മെന്റിലൂടെ ഈ പറയുന്ന ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ നടത്തി സെലക്ട് ചെയ്യാം അല്ലെ. ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ജോബ് അനലൈസ് ചെയ്യുക, ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഇങ്ങനെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ഓക്കെ, HRM ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ പ്ലാനിങ്, സ്റ്റാഫിംഗ്. അടുത്തത് എന്താണ്? ഡെവലപ്പിംഗ്. എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്?
എംപ്ലോയീസിന്റെ സ്കില്ലും എബിലിറ്റി നോളജ് ഒക്കെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, അവർക്ക് ട്രെയിനിങ്ങും മറ്റും കൊടുക്കുക അല്ലെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അനലൈസിംഗ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess the knowledge and skills to perform satisfactorily in their jobs or to advance in the organization അല്ലെ. അതായത് എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷനിൽ മുന്നേറാനും ആ ജോലി വളരെ തൃപ്തികരമായിട്ട് അവർക്ക് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലേണിംഗ് റിക്വയർമെന്റ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് അവർക്ക് ഒരു പെർട്ടിക്കുലർ ജോലിയിലേക്ക് നമ്മളൊരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ആ ജോലി നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. ലേണിംഗ് റിക്വയർമെന്റ് എന്താണ്, ആ ജോലി സാറ്റിസ്ഫാക്ടറി ചെയ്യാൻ അവർക്ക് സാധിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ലേണിംഗ് റിക്വയർമെന്റ്സുകൾ ഉണ്ടോ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരു തരത്തിൽ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യാണ് അല്ലെ. അവരുടെ സ്കില്ലും നോളജ് ഒക്കെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തും അറിവ് കൊടുത്തും നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. സോ ഡെവലപ്പിംഗ്. ഓക്കെ, ദെൻ എന്താണ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയി കീ സ്കിൽസ് ആൻഡ് കോമ്പീറ്റൻസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഒരു എംപ്ലോയിയുടെ സ്കില്ലുകളും അവരുടെ ആ ഒരു കഴിവുകളും ഒക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും, പെർഫോമൻസ് അപ്രൈസലിലൂടെ സാധിക്കും. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ അവർ ഇവാലുവേറ്റ് ചെയ്യാം. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ നമ്മൾ അവർ ഇവാലുവേറ്റ് ചെയ്യാണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കോമ്പിറ്റൻസീസ് ഒക്കെയാണ് അവർക്കുള്ളത് എന്ന് ഇതിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ടേമുകളൊക്കെ HRM കോമൺ ആണ് കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ ഇതൊക്കെ ഇനി വരുന്നുണ്ട്, കുറെ ചാപ്റ്ററുകളിൽ ഈ ഒരു ടേം ഒക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എൻ എംപ്ലോയീസ് പെർഫോമൻസ് കേട്ടോ. എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, അടുത്തത് എന്താണ്, മോണിറ്ററിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരുടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. ദ ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം. അതായത് അവരുടെ പെർഫോമൻസിനനുസരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കാണ്, പ്രതിഫലം കൊടുക്കാണ് അല്ലെ. HR പ്രാക്ടീസസ് ഇൻക്ലൂഡ് ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പേ ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പൊ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, ജോബ് ഇവാലുവേഷൻ അല്ലെ. ആ ജോലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. മോണിറ്റർ ചെയ്യാന്ന് പറയുന്നത് എംപ്ലോയീസിന് മാത്രമല്ല നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു ജോബ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ആ ജോലി എന്താണ്, ആ ജോലിയുടെ വെർത്ത്, ആ ജോലിയുടെ വാല്യൂ എന്താണ്, അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ, അത് എംപ്ലോയിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാം, അതാണ് എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ പേ ആൻഡ് ബെനിഫിറ്റ്, അവർക്ക് വേണ്ട ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെ മോണിറ്ററിംഗിൽ വരുന്ന കാര്യമാണ് കേട്ടോ. ദെൻ മെയിൻറ്റെയിനിങ്, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. കാര്യം രണ്ടും സെയിം ആണ് കേട്ടോ. ഇത് മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് വേറെ പോയിന്റ് അല്ല, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണ്, സെയിം കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ഓർമ്മ എന്താണ്, മാനേജിങ് റിലേഷൻഷിപ്സ് അല്ലെ. റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക. പ്രത്യേകിച്ച് നോക്കിയേ, encompasses a range of employee involvement or participation schemes in non-union or union workplace. അതായത് ഇപ്പോ നമുക്കറിയാം എംപ്ലോയീസിന്റെ യൂണിയൻ ഒക്കെ ഉണ്ടാവും അല്ലെ. ട്രേഡ് യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലായിടത്തും ഉണ്ടാവുന്നില്ല കേട്ടോ, എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവുന്നില്ല. ചിലടത്ത് യൂണിയൻ ഉണ്ടായിരിക്കും, ചിലടത്ത് യൂണിയൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും യൂണിയൻ ഉള്ളതായിക്കോട്ടെ യൂണിയൻ ഇല്ലാത്തതായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും അവിടുത്തെ എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എംപ്ലോയീസിന്റെ ഇടയിൽ കൂടുതൽ എൻഗേജ്ഡ് ആവാം, കൂടുതൽ അവരുമായിട്ട് ഇൻവോൾവ്ഡ് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഇനി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, പിന്നെ യൂണിയൻ എൻവയോൺമെന്റ്. യൂണിയൻ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. യൂണിയൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ എംപ്ലോയീസിന്റെ യൂണിയൻ വളരെ യൂണിയനുമായിട്ട് മാനേജ്മെന്റിന് എപ്പോഴും ഒരു നല്ല റിലേഷൻ ഉണ്ടായിരിക്കും. യൂണിയൻ ഇല്ലെങ്കിൽ എംപ്ലോയീസ് ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയീസുമായിട്ടായിരിക്കും അവർക്ക് റിലേഷൻ വരുന്നത്. യൂണിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എംപ്ലോയിയുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അവിടെ മാനേജ്മെന്റ് യൂണിയനുകളും തമ്മിൽ എപ്പോഴും നല്ല റിലേഷൻ ഉണ്ടായിരിക്കണം. ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ,
എന്താണ് പറയുന്നത്, യൂണിയൻ എൻവയോൺമെന്റ്, യൂണിയനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ദിസ് ഇൻക്ലൂഡ്സ് നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ദ കളക്റ്റീവ് എഗ്രിമെന്റ്. യൂണിയൻ ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നറിയോ, ഈ പറയുന്ന നെഗോഷിയേറ്റ് വിത്ത് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ്, ദാറ്റ് മീൻസ് എംപ്ലോയി റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. കോൺട്രാക്ടുകളൊക്കെ വരുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഇരു കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റിലോട്ട് എത്തിച്ചേരണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, യൂണിയനും മാനേജ്മെന്റും തമ്മിൽ എപ്പോഴും ഡിസ്പ്യൂട്ട് ആയിരിക്കും, എപ്പോഴും സംഘർഷവും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെങ്കിലും ഇപ്പൊ യൂണിയൻ ഉള്ളതായിക്കോട്ടെ യൂണിയൻ ഇല്ലാത്തതായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും എംപ്ലോയീസുമായിട്ട് എന്ത് വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മാനേജ് ചെയ്യും. ഒരു യൂണിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ യൂണിയനുമായിട്ട് കോൺട്രാക്ടുകൾ നെഗോഷിയേറ്റ് ചെയ്യണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഈ മാനേജ്മെന്റിനും യൂണിയനും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിലോട്ട് അവര് എത്തിച്ചേരുകയും വേണം. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ നമ്മള് അടുത്തതാണ് വേറൊരു പോയിന്റ് അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ പ്ലാനിങ് പറഞ്ഞു, സ്റ്റാഫിംഗ് പറഞ്ഞു, ഡെവലപ്പിംഗ് പറഞ്ഞു, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് അത് പറഞ്ഞു. പിന്നെ വേറൊരു പോയിന്റ് ഇവിടെ കിടപ്പുണ്ട്, മാനേജിങ് ചേഞ്ച്. അവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഈ ഒരു ഡയഗ്രത്തിൽ വരുന്നുണ്ട്. മാനേജിങ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ചേഞ്ചുകൾ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഓർഗനൈസേഷനിൽ പല വിധത്തിലുള്ള ചേഞ്ചസുകൾ വരാം. ഒരു കാലഘട്ടങ്ങളിൽ മാറുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞില്ലേ, ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെന്റ് കാരണം കൊണ്ട് മാറ്റങ്ങൾ വരാം, അല്ലെ, ട്രാൻസിഷൻ വരാം. ചിലപ്പോ പുതിയ പുതിയ വല്ല ഡിപ്പാർട്ട്മെന്റുകളോ ബ്രാഞ്ചസുകളോ ഓപ്പൺ ചെയ്യപ്പെടാം. ചിലപ്പോൾ നിലവിലുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ മെർജ് ചെയ്യപ്പെടാം, അല്ലെ. പിന്നെ പുതിയ ചില കാര്യങ്ങൾക്ക് പുതിയ പുതിയ എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ വന്നേക്കാം, അല്ലെ. അങ്ങനെയൊക്കെ വരുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് ഗതിച്ച് പറയുന്നത്, അപ്ലൈങ് ന്യൂ സ്ട്രാറ്റജീസ്. ഓക്കെ, അപ്ലൈങ് ന്യൂ അത് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ചേഞ്ചസ് വരുമ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ സ്ട്രാറ്റജികൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ മാനേജിങ് ചേഞ്ചസ്, ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഒരു റീസ്ട്രക്ചറിങ് വരാം, ചിലപ്പോൾ ഒരു മെർജിങ് വരാം, അല്ലെ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ വരാം. അങ്ങനെ വരുന്ന ചേഞ്ചസുകളെ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള പുതിയ പുതിയ സ്ട്രാറ്റജികൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു പോയിന്റ് അവിടെ എഴുതാത്തത് പക്ഷെ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒന്നാണ് എൻഷുറിംഗ്. പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എൻഷുറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അവരുടെ ഒരു സാമൂഹികമായിട്ടൊരു ഉത്തരവാദിത്വമാണ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതും എന്താണ്, HRM ഫംഗ്ഷൻസിന്റെ ഭാഗമാണ്. ഓക്കെ, കിട്ടിയോ നമുക്ക് പോയിന്റ്സുകൾ നമ്മളോട് പറയാറുണ്ട്, അല്ലെ. ഫൈനൽ പോയിന്റ് എന്താണ്, ഇവാലുവേറ്റിംഗ്, വിലയിരുത്തുക. ആരെയാണ് നമ്മൾക്ക് വിലയിരുത്തേണ്ടത്, എന്തിനെയാണ് വിലയിരുത്തേണ്ടത്, HRM പ്രവർത്തനങ്ങൾ, അല്ലെ, HR സിസ്റ്റംസ്, HR ഫംഗ്ഷൻസുകൾ. ഈ പറയുന്നതൊക്കെ ഫംഗ്ഷൻസുകളാണ്. ഇങ്ങനെയുള്ള HR പ്രാക്ടീസസ്, അല്ലെ, നമുക്കറിയാം ഒരു HR പ്രാക്ടീസസ്, പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് നടപ്പിലാക്കിയിട്ടുള്ള HR സംവിധാനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അതാണ് മറ്റൊരു ഫംഗ്ഷൻ. ഓക്കെ, deciding the procedures and process that to measure, evaluate and communicate the value added component of HR practices and the entire HR system to the organization. അതായത് ആ ഒരു സ്ഥാപനത്തിലുള്ള മുഴുവൻ HR പ്രാക്ടീസസുകളും HR സിസ്റ്റം സംവിധാനങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യണം, മെഷർ ചെയ്യുക, മീൻസ് അവിടെ അസസ് ചെയ്യണം, അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. അതായത് വിവിധ HR ഇനീഷ്യേറ്റീവ്സ് ആ സ്ഥാപനത്തില് നടത്തിയിട്ടുള്ള HR ഇനീഷ്യേറ്റീവ്സ്, അതായത് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസിങ്, മോണിറ്ററിങ്, കൺട്രോളിങ്, കോർഡിനേഷൻ, കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള എല്ലാ HR ഇനീഷ്യേറ്റീവ്സിനും നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. മെഷർ ചെയ്യാന്ന് വെച്ചാൽ അസസ് ചെയ്യണം, വിലയിരുത്തണം, അല്ലെ. വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. ഈ പറയുന്ന HR ഇനീഷ്യേറ്റീവ്സിന് ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല ഇമ്പാക്ട് ആണോ മോശം ഇമ്പാക്ട് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ എന്ത് വേണം, കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ ആഡഡ് കമ്പോണന്റ്, അല്ലെ. അത് ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് കമ്മ്യൂണിക്കേറ്റ് ദ വാല്യൂ ആഡഡ്, അല്ലെ. വാല്യൂ ആഡഡ് മീൻസ് നമ്മൾ HR ഇനീഷ്യേറ്റീവ്സുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതാണ് വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സ്ഥാപനത്തിൽ എന്തൊക്കെ
വാല്യൂസ് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അതിന്റെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് എന്ത് ഇവാലുവേറ്റിംഗിന്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു ഓർഗനൈസേഷന് നമ്മൾ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്. അതായത് അവരുടെ എംപ്ലോയീസിന്റെ ഒരു കസ്റ്റമർ സർവീസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്കത് മെഷർ ചെയ്യണം. അതൊരു പുതിയൊരു HR ഇനീഷ്യേറ്റീവ് ആയിരുന്നു ട്രെയിനിങ് കൊടുക്കുക. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? കസ്റ്റമർ സർവീസ് സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. നമുക്കത് മെഷർ ചെയ്യണം. എങ്ങനെ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റുക, അസസ് ചെയ്യാൻ പറ്റുക? നമുക്കൊരു സർവേ നടത്താം. കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന എംപ്ലോയീസിന്റെ കസ്റ്റമർ സർവീസ് സ്കില്ല് ഡെവലപ്പ് ചെയ്തോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതിൽ നിന്ന് നമുക്ക് സർവേ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റകൾ കിട്ടും. ആ ഡാറ്റകളെ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നടത്തിയ ആ ട്രെയിനിങ് അത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. ആ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റും. അത് നമുക്ക് ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ സാധിക്കും. അവിടെ എന്താ നടക്കുന്നത്? ഇവാലുവേറ്റിംഗ് കേട്ടോ. These are the main functions of HR management. ഏതൊക്കെയാണ്? പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, മാനേജിംഗ് റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്. പിന്നെ ഇവിടെ എഴുതാത്തത് ഡയഗ്രത്തിൽ കൊടുത്തത് ഒരെണ്ണാണ് മാനേജിംഗ് ചേഞ്ചസ്. ചേഞ്ചസ് മാനേജ് ചെയ്യുക. അതുപോലെ എൻഷുറിംഗ് എംപ്ലോയി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. These are the important functions of HR. Okay, മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഫങ്ഷൻസ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ബോറടിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് പഠിക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? HR ഫങ്ഷൻസിനെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ. ഇത് ജനറൽ ആയിട്ടുള്ള HR ഫങ്ഷൻസ് ആണ് പരിചയപ്പെട്ടത്. ഈ HR ഫങ്ഷൻസിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. അപ്പോ അതുകൊണ്ട് എന്താണ് രണ്ട് അതെ കാവ്യന് പറയുന്നുണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ. നമ്മൾ 2 കാറ്റഗറി ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പേഴ്സണൽ എന്ന് പറയുന്നതും പേഴ്സോണൽ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഒരു ഓയേ ഉള്ളൂ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. പേഴ്സോണൽ എന്ന് പറഞ്ഞാൽ DNEL എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞ ഒരു ജീവനക്കാരൻ, സ്റ്റാഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ അത് എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ പേഴ്സണൽ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ മാനേജ്മെന്റ് അങ്ങനെയല്ല. പേഴ്സണൽ മീൻസ് ഇവിടെ HR സ്റ്റാഫ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, എംപ്ലോയി. ഓക്കെ, അപ്പൊ നോക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ് കണ്ടന്റ് ചെയ്തേക്കാണ്. ഇതിനു മുമ്പ് ഡിഫറൻസ് പഠിക്കുന്നേക്കാളും മുമ്പ് ആദ്യം എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ആദ്യം പഠിക്കും. എന്നിട്ട് വേണം അതിന്റെ ഡിഫറൻസ് പഠിക്കാനായിട്ട് അല്ലെ. അതുകൊണ്ട് ഈ കണ്ടന്റ് അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് അതിന്റെ തൊട്ടടിയിലുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കാം. അവിടെയാണ് അത് പറയുന്നത് കേട്ടോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ടാണ് കണ്ടന്റിൽ കിടക്കുന്നത് കേട്ടോ. നേരത്തെ ഡയഗ്രാം മാറിപ്പോയില്ലേ, ഡയഗ്രാം ഇവിടെ വരണ്ടേ, അപ്പുറത്ത് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ മിസ് ഇത് എടുത്തില്ല എന്നൊന്നും പറയരുത്, ഇത് നമുക്ക് എടുക്കാം. ആദ്യം എന്താണ് നോക്കുക കേട്ടോ. ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. ആദ്യം ഞാനൊരു ഐഡിയ തരാം എന്താണ് സംഭവം എന്നുള്ളത്.
അതായത് പേഴ്സണൽ മാനേജ്മെന്റും ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും അതാണ്. ഓക്കെ, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് തന്നെയാണല്ലോ എന്ന് തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് തികച്ചും എന്താണെന്നറിയോ, ടാസ്ക് ഓറിയന്റഡ് ആണ്. എന്താണ് ടാസ്ക് ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞാൽ കൂടുതലും ദാറ്റ് ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചപ്പോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, കോമ്പൻസേഷൻ ഉണ്ട്. ഇതൊക്കെ എന്താണ് വിവിധ തരത്തിലുള്ള HR ഫംഗ്ഷനാണ്. അതിനകത്ത് രണ്ട് കാറ്റഗറിയായി നമുക്ക് തിരിക്കാം. അതില് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള ടാസ്കുകളും അതിനകത്ത് വരുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് രണ്ട് കാറ്റഗറി വന്നിട്ടുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടാസ്ക് ഓറിയന്റഡ് ആണ്. ദാറ്റ് ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളിലാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാല് അവിടെ എംപ്ലോയീസിന് ശരിക്കും ഒരു ടൂൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം. അവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്താണ് ആ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാന്ന് മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അത് ടാസ്ക് ഓറിയന്റഡ് ആണെന്ന് പറയുന്നത്. അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തിനല്ല വ്യക്തികൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വ്യക്തികൾ അവിടെ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവര് തികച്ചും എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ടൂൾസ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവര് കൂടുതൽ എന്താണ്, അത് പീപ്പിൾ ഓറിയന്റഡ് ആണ് കേട്ടോ. അത് പീപ്പിൾ ഓറിയന്റഡ് ആണ്. അവിടെ വർക്കേഴ്സിനാണ് ഇമ്പോർട്ടന്റ്. അവിടെ വർക്കേഴ്സിന് എങ്ങനെ കണക്കാക്കുന്ന അറിയോ, അവരെ കൺസിഡർ ചെയ്യുന്ന ഒരു അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസം എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിൽ വെക്കണം. ഈ ഒരു കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം അത് വായിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഓർത്താൽ മതി. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ടാസ്ക് ഓറിയന്റഡ് ആണ്. ദാറ്റ് ഫോക്കസസ് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ വർക്കേഴ്സിനെ കൺസിഡർ ആസ് ടൂൾസ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതായത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അത് മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ ഉപയോഗപ്പെടുത്താം, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ പീപ്പിൾ ഓറിയന്റഡ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തികൾക്കാണ്, അവിടുത്തെ വർക്കേഴ്സിന് അവരെ ഡെവലപ്പ് ചെയ്യാം, അവരുടെ ടാലന്റ് ഇംപ്രൂവ് ചെയ്യാം, അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താം, അങ്ങനെ എന്ത് ചെയ്യാം, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം. അതാണ് എന്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെറ്റർ, പേഴ്സണൽ മാനേജ്മെന്റ് ആണോ അതോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എന്താ കേട്ടിട്ട് തോന്നുന്നത്, ഏറ്റവും നല്ല ഏതായിരിക്കും? നിങ്ങൾ പറയാം. HRM അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കുറച്ചും കൂടി നല്ലത് പേഴ്സണൽ മാനേജ്മെന്റിനേക്കാളും. അപ്പൊ അതുകൊണ്ട് തന്നെ HRM തന്നെയാണ് ഇത് കൂടുതലും ആ ഒരു ഇത് തന്നെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാര്യം, HRM തന്നെയാണ്, എന്തല്ല പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യം നമ്മൾ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ് is a part of management. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. അതൊരു ഡെഫിനേഷൻ ആണ്. That deals with the recruitment, hiring, staffing, development, compensation of the workforce and the relation with the organization to achieve the organizational objectives. അതായത് നമ്മൾ ഈ പറഞ്ഞ ആശയം മനസ്സിൽ വെച്ചിട്ട് വായിക്കണം കേട്ടോ. അതായത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ്, ഒരു മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അത് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ്, ഹയറിങ്, സ്റ്റാഫിങ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, അല്ലെ, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു, അല്ലെ, റിക്രൂട്ട്മെന്റ് ആൻഡ് ഹയറിങ്. പിന്നെ എന്താണ് സ്റ്റാഫിങ്, അല്ലെ, അവരെ നമ്മളൊരു ജോലിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഡെവലപ്മെന്റ്, അവരെ ഡെവലപ്പ് ചെയ്യുന്നു, അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ആൻഡ് കോമ്പൻസേഷൻ, അവർക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നു. അതോടൊപ്പം എന്താണ് their relation with the organization to achieve the organizational objective. ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തികളുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന പാർട്ട് ഓഫ് മാനേജ്മെന്റ് ആണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നി, ഇത് തന്നെയല്ല HRM എന്ന് നിങ്ങൾക്ക് തോന്നും.
അങ്ങനെയല്ല, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വായിക്കണം കേട്ടോ. അപ്പൊ ശരിയല്ലേ, റിക്രൂട്ട്മെന്റ്, ഹയറിംഗ്, സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് തികച്ചും ടാസ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ്. അതായത് അവിടെ നമ്മൾ വ്യക്തികൾക്ക് പ്രാധാന്യമൊന്നും കൊടുക്കണില്ല. റിക്രൂട്ട്മെന്റ് നടത്തുന്നു, ആളുകളെ സെലക്ട് ചെയ്യുന്നു, അവരെ സ്റ്റാഫിംഗ് പ്ലേസ് ചെയ്യുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നു, അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുന്നു. ജസ്റ്റ് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അത് വ്യക്തികൾക്കോ അല്ല അവരുടെ കഴിവ് എന്നുള്ള രീതിയിലല്ല, മറ്റ് ലക്ഷ്യങ്ങൾ നേടണം, അതിന് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് the primary functions of the personal management are divided into two categories. ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫങ്ഷൻസ്, പേഴ്സണൽ മാനേജ്മെന്റ് ഫങ്ഷൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഓപ്പറേറ്റീവ് ഫങ്ഷൻ, സെക്കൻഡ് വൺ മാനേജേറിയൽ ഫങ്ഷൻ. ഇതൊക്കെയാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ, മാനേജേറിയൽ ഫങ്ഷൻ. അപ്പൊ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാം കേട്ടോ. അപ്പൊ ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പറേറ്റീവ് എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ആ സ്ഥാപനത്തിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസുകളൊക്കെ എന്താണ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജിങ്, അത്രയേ ഉള്ളൂ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ദീസ് ആർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മാനേജിങ് ദ എംപ്ലോയീസ്. അപ്പൊ ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ഉപയോഗിക്കുന്നത് ദിസ് ആർ ദ ഫങ്ഷൻ ദാറ്റ് ഈസ് നെസസറി ഫോർ മാനേജിങ് എംപ്ലോയീസ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് മാനേജിങ് എംപ്ലോയീസ് അല്ലെ, അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണിത്. അതാണ് ഡേ ടു ഡേ ഓപ്പറേറ്റീവ്, ദാറ്റ് മീൻസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് അല്ലെ. അതിനുള്ള കാര്യങ്ങളാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ടു മാനേജ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ്. വാട്ട് ഈസ് മീൻ ബൈ പ്രൊക്യൂർമെന്റ്? ഇവിടെ എന്താ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ? ഹയറിംഗ് ആൻഡ് സ്റ്റാഫിംഗ്, ഈ ആളുകളെ തെരഞ്ഞെടുക്കുക, ഹയറിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. ദെൻ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കാം, അങ്ങനെ അവരെ ഗ്രോത്ത്, അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. കോമ്പൻസേഷൻ, ദാറ്റ് മീൻസ് പേ ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ, അവർക്ക് വേണ്ട ബെനിഫിറ്റ്സുകൾ അത് കൊടുക്കാം. ദെൻ ജോബ് ഇവാലുവേഷൻ, ജോബ് ഇവാലുവേഷൻ എന്താ? ആ ജോബ് റോൾ എന്താണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ജോബ്, ആ ജോലിയുടെ വാല്യൂ, അതിന്റെ വർത്ത് അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ എംപ്ലോയി വെൽഫെയർ, ദാറ്റ് മീൻസ് സപ്പോർട്ടിങ് ദ എംപ്ലോയീസ് വെൽബീയിങ് അല്ലെ, എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ദെൻ യൂട്ടിലൈസേഷൻ, എംപ്ലോയീസിന്റെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം അല്ലെ. ഇതിന് വേണ്ടിയിട്ടാ? എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താ? ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യൂട്ടിലൈസേഷൻ, എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ദെൻ മെയിന്റനൻസ്, അതായത് മെയിന്റനൻസ് മീൻസ് നമ്മൾ നല്ല എംപ്ലോയീസിനെ അവിടെ നിലനിർത്തുക അല്ലെ, മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ടു റെഡ്യൂസ് ദ ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കാം. അതായത് ടേൺ ഓവർ കുറയ്ക്കാന്ന് വെച്ചാൽ എംപ്ലോയീസ് ആ സ്ഥാപനം വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കാം. ഓക്കെ, ദെൻ കളക്റ്റീവ് ബാർഗെയിനിങ്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു സംഭവമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ് മീൻസ് എന്താണ്? ഇറ്റ് ഇസ് ദ നെഗോഷിയേഷൻ ആണ് അല്ലെ, നെഗോഷിയേഷൻ വിത്ത് യൂണിയൻസ് ആണ്. അതായത് നമ്മുടെ ഈ എംപ്ലോയീസിന്റെ യൂണിയൻ മാനേജ്മെന്റിൽ നിന്ന് ആവശ്യങ്ങള് വിലപേശി വാങ്ങുന്ന ആ ഒരു പ്രോസസ് ആണ് ശരിക്കും കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിനകത്ത് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദീസ് ആർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് അല്ലെ, നെസസറി ഫോർ മാനേജിങ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസുകളാണ്, ഫങ്ഷൻസുകളാണ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ സ്പെസിഫിക് ഫങ്ഷൻസ് ആണ്, ദീസ് ആർ ദ സ്പെസിഫിക് ഫങ്ഷൻസ് ആണ്, പ്രത്യേകമായിട്ടുള്ള ചില ഫങ്ഷൻസുകളാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ഇനി രണ്ടാമത്തത് മാനേജീരിയൽ ഫങ്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? മാനേജേഴ്സിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഓൾമോസ്റ്റ് സിമിലർ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒരു മാനേജറുടെ പൊതുവെ ഒരു HR മാനേജറുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെയാണ്, സ്പെസിഫിക് ഫങ്ഷൻ അല്ല. മാനേജറിയൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ടു മാനേജ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതാണ് ആ ഒരു ഓർഗനൈസേഷന്റെ
ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫംഗ്ഷനാണ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു മാനേജ് ദ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ആണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മാനേജ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ. രണ്ടാണ് കേട്ടോ. ഒന്ന് എംപ്ലോയിനെ മാനേജ് ചെയ്യാനുള്ളതാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ. അതേസമയം നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനേജീരിയൽ ഫംഗ്ഷനിൽ കോമൺ ആയിട്ട് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ദീസ് ആർ ദ ബേസിക് മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ ദ പേഴ്സണൽ മാനേജർ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളിലും കോമൺ അല്ലേ? കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, മോട്ടിവേഷൻ, കൺട്രോൾ, കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആണ്. എല്ലാ ഓർഗനൈസേഷനിലും നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അത് മാനേജീരിയൽ ഫംഗ്ഷൻ ആണ്. അത് കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് ദ ഓപ്പറേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. ബട്ട് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ മീൻസ് ദ ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് എസെൻഷ്യൽ ഫോർ ടു മാനേജ് ദ എംപ്ലോയീസ് ആൻഡ് ദീസ് ആർ ദ സ്പെസിഫിക് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെയാണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മനസ്സിലാക്കാനായിട്ട്. ഓക്കെയാണോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടാസ്ക് ഓറിയന്റഡ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓറിയന്റഡ് ആണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം. പേഴ്സണൽ മാനേജ്മെന്റിൽ രണ്ട് കാറ്റഗറിയാണ്: ഓപ്പറേറ്റീവ് ഫംഗ്ഷനും മാനേജീരിയൽ ഫംഗ്ഷൻ കേട്ടോ. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് ആണ് ടു മാനേജ് എംപ്ലോയീസ്. ഓക്കെ, മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എല്ലാ ഓർഗനൈസേഷനിലും ഒരുപോലെ തന്നെയാണ് മാനേജീരിയൽ ഫംഗ്ഷൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു സ്ഥാപനത്തിന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ളതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ. അതെല്ലാം അവിടുത്തെ കോമൺ ആണ്. പക്ഷെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ കോമൺ ആണെന്ന് പറയുന്നത് അത് സ്പെസിഫിക് ഫംഗ്ഷൻസ് ആണ് കേട്ടോ. പ്രത്യേകമായിട്ടുള്ള ചില ഫംഗ്ഷൻസ് ആണ്. ക്ലാസ്സുകള് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങള്? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മനസ്സിലാവുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.